നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടക തന്നെയാണ്. നമുക്കറിയാം, കർണാടകത്തിൽ ഇതിനോടകം ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. കർണാടകത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് ഒരു വർഷത്തെ സിദ്ധരാമയ്യയുടെ ഭരണമാണോ അതോ മോദി പ്രഭാവമാണോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷവും അറിയാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ബെൽഗാവിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയായ ജഗദീഷ് ഷെട്ടാറും ഹുബ്ബള്ളിയിൽ നിന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ഉടുപ്പിയിൽ നിന്നും ശോഭാ കരന്തലജയും ശിവമോഗയിൽ നിന്ന് ബി.വൈ രാഘവേന്ദ്രയും ഒക്കെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. വിജയ സാധ്യതയില്ലാത്ത സിറ്റിംഗ് എം.എൽ.എമാരെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ബി.ജെ.പി വെട്ടിമാറ്റിയിട്ടുമുണ്ട്. മത്സരം കടുക്കുമെന്ന് ഉറപ്പായതോടുകൂടി മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മ ഉൾപ്പെടെയുള്ള എം.എൽ.എമാരെ കൂടി അണിനിരത്താൻ ബി.ജെ.പി ആലോചിക്കുന്നുമുണ്ട്. എന്നാലും പാർട്ടിയുടെ കടിഞ്ഞാൺ ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ വിജയേന്ദ്രയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു നേതൃപാഠവും തെളിയിക്കുക എന്നുള്ള വലിയ ചലഞ്ച് കൂടി കർണാടകത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാലാകാലങ്ങളായി കർണാടകത്തിൽ സംസ്ഥാന ഭരണമൊക്കെ മാറി മറിഞ്ഞു വരുമെങ്കിൽ പോലും ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാടാണ് അവർ കേന്ദ്രത്തിൽ സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ 15-ാം തീയതി മുതൽ തന്നെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ബി.ജെ.പി പാളയത്തിലെ വിശേഷങ്ങളെങ്കിൽ കോൺഗ്രസിന്റെ പാളയത്തിൽ അത്ര ശുഭകരമായ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം കോൺഗ്രസിന് മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികളില്ല എന്നതാണ് കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ജയസാധ്യതയുള്ള ജനപിന്തുണയുള്ള ജനകീയരായ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം.എൽ.എമാരോ മന്ത്രിയോ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ആരെയെങ്കിലും മുന്നിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൽ 7-8 മന്ത്രിമാരെങ്കിലും ഉൾപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. കേന്ദ്ര ഭരണം കിട്ടുമെന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഈ എം.എൽ.എ കുപ്പായവും മന്ത്രി കുപ്പായവും ഒക്കെ അഴിച്ചുവെച്ച് സ്ഥാനാർത്ഥിയാവേണ്ട ഒരു ഗതികേടിനെ പറ്റി വലിയ ഒരു ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. എം.പി ആയി ഇരിക്കുന്നതിലും നല്ലത് സംസ്ഥാനത്തെ എം.എൽ.എയോ മന്ത്രിയോ ആയി തന്നെ തുടരുന്നതാണ് എന്ന ബോധ്യവും അവർക്കുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞാൽ എം.എൽ.എ അല്ല മന്ത്രി ആയാലും ആ കുപ്പായം അഴിച്ചു വെച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയേ മതിയാവൂ. അങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് പോലും ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസ് കർണാടകത്തിൽ. അത്ര കണ്ട് അവിടെ സ്ഥാനാർത്ഥി ക്ഷാമം രൂക്ഷമാണ്. വരും ദിവസങ്ങൾ നമുക്കറിയാം കോൺഗ്രസ് ആരെയൊക്കെ ആയിരിക്കും കർണാടകത്തിൽ കളത്തിലിറക്കാൻ പോകുന്നതെന്ന്. ഈ സിദ്ധരാമയ്യയ്ക്കും അല്ലെങ്കിൽ ഡി.കെ. ശിവകുമാറിനും ഒക്കെ മുകളിൽ പ്രഭാവമുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കൾ കർണാടകയിൽ ഉണ്ടോ എന്നറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ ചില പ്രാദേശിക നേതാക്കൾ ഒഴികെ ഇത്രയും സീറ്റിലേക്ക് കോൺഗ്രസിന് ഒരുപക്ഷെ ആളെ നിർത്താൻ സാധിക്കണമെന്നില്ല. അതുതന്നെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കർണാടകയിലെ സ്ഥാനാർത്ഥി ക്ഷാമം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.